Chapter 8, The Theory of Supply. Supply. Supply refers to the quantity of a commodity offered for sale at a given price in a given market at a given time. Supply എന്ന് പറയുന്നത് quantity of a commodity offered for sale at a given price, തന്നിരിക്കുന്ന വിലയിൽ ഇൻ എ ഗിവൺ മാർക്കറ്റ് അറ്റ് എ ഗിവൺ ടൈം, ആ ഒരു ടൈമിൽ ആ ഒരു മാർക്കറ്റിൽ ആ ഒരു വിലയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന കമോഡിറ്റി, ദാറ്റ് ഈസ് സപ്ലൈ. സപ്ലൈ ആൻഡ് സ്റ്റോക്ക്. സപ്ലൈ റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ഓഫേർഡ് ഫോർ സെയിൽ, whereas stock is the excess of commodity in the market kept not for sale. Market over the quantity of commodity offered for sale. അപ്പോൾ സപ്ലൈ ആൻഡ് സ്റ്റോക്ക്. സപ്ലൈ എന്ന് പറയുന്നത് വിൽക്കാൻ വെച്ചിരിക്കുന്നത്, വേറസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എക്സസ് ഓഫ് കമോഡിറ്റി ഇൻ ദ മാർക്കറ്റ്, കൂടുതലായിട്ട് വന്നതാണ്. സോ സ്റ്റോക്ക് ഇസ് ദി എക്സസ് ഓഫ് കമോഡിറ്റി ഇൻ ദ മാർക്കറ്റ് ഓവർ ദ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ഓഫേർഡ് ഫോർ സെയിൽ. സപ്ലൈ ഇസ് എ പാർട്ട് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഇസ് ഓൾവേസ് മോർ ദാൻ സപ്ലൈ. സപ്ലൈ എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ പാർട്ടാണ്. സ്റ്റോക്ക് ഇസ് ഓൾവേസ് മോർ ദാൻ സപ്ലൈ. നെക്സ്റ്റ് ഈ സപ്ലൈ ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ പോലെ തന്നെ സപ്ലൈ ഫംഗ്ഷനുമുണ്ട്. സപ്ലൈ ഫംഗ്ഷൻ ഷോസ് ദ ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡിറ്റർമിനൻറ്റ്സ്. QS എന്ന് പറയുന്നത് സപ്ലൈ, ക്വാണ്ടിറ്റി സപ്ലൈ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് PX, PO, FP, T ആൻഡ് G. PX എന്താണ്? PX is the price of the commodity. PX എന്ന് പറയുന്നത് കമ്മോഡിറ്റിയുടെ പ്രൈസാണ്. PO is the price of other commodities. PO എന്ന് പറയുന്നത് മറ്റുള്ള കമ്മോഡിറ്റീൻ്റെ പ്രൈസാണ്. FP is the price of factors of production. FP എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ വിലയാണ്. T എന്ന് പറയുന്നത് T is the technique of production. T is the technique of production. G is the goal of the producer. അപ്പോൾ ക്വാണ്ടിറ്റി QS, quantity supply, is a function of PX, price of the commodity, PO, price of other commodity, FP, price of factors of production, T and G. T is the technique of production. ഏത് ടെക്നിക്ക് ആണ് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത്? G is the goal of the producer. Supply schedule. A supply schedule is a tabular statement that shows a full account of a supply of a particular commodity at a different prices at certain time in a specific market. ഇവിടെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ വിലയിലും സപ്ലൈ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി 5 രൂപ വിലയ്ക്ക് 50 ആണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്, 6 രൂപ വിലയ്ക്ക് 60 ആണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, വില കൂടുന്തോറും സപ്ലൈ കൂടുന്നു. 5, 6, 7, 8, 9, 10 വില കൂടുന്നു, ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു. സപ്ലൈ കർവ് എന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്പാണ്. സപ്ലൈ കർവിൻ്റെ ഷേപ്പ് ഇതാണ്. ഇനി വാട്ട് ഈസ് ലോ ഓഫ് സപ്ലൈ? ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ എന്താണ്? പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള റിലേഷനാണ്. According to this law, other things being the same, when the price of a commodity increases, മറ്റുള്ള തിങ്സ് അതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസ്, സാധനത്തിൻ്റെ വില കൂടുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈ റൈസ് ചെയ്യും. ക്വാണ്ടിറ്റിയുടെ വില കൂടിയാൽ സപ്ലൈ കൂടും. when the price of the commodity fall, വില കുറഞ്ഞാൽ the quantity supply fall, quantity supply കുറയും. it means that the price and quantity supply move in the same direction. അപ്പോൾ സപ്ലൈയും പ്രൈസും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ദേ ആർ പോസിറ്റീവ്, ഡയറക്ട്ലി റിലേറ്റഡ്. പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടും, അതുകൊണ്ട് പോസിറ്റീവ് റിലേറ്റഡ് ആണ്. അതേസമയം പ്രൈസും ഡിമാൻഡും നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഒന്ന് പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. ഇതാണ് സപ്ലൈ കർവ്. പോസിറ്റീവ്ലി സ്ലോ. മൂവ്മെൻറ്റ് എലോങ് എ സപ്ലൈ കർവ്. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. When the quantity supplied increases with rise in price, it is called extension of supply. Quantity supply കൂടുന്നു,
പ്രൈസ് കൂടുന്നത് കൊണ്ടിട്ട് ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു. ഇതിന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ എന്നാണ്. ഇനി വെൻ ക്വാണ്ടിറ്റി സപ്ലൈ ഫോൾ വെൻ ഇറ്റ്സ് പ്രൈസ് ഫോൾ, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കുറയുന്നത് ഇതിന് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന ആരോ എക്സ്റ്റൻഷൻ റൈസ് ഇൻ പ്രൈസ് റിസൾട്ട് എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ, താഴേക്ക് കൊടുത്തിരിക്കുന്ന ആരോ fall in price result in the contraction of supply, extension and contraction of supply. Next is shift of supply curve. Shift of supply curve is increase or decrease of supply. If more quantity of a supplied at the same price due to favorable change in factors other than price of the commodity in question, it is called increase in supply. If more quantity of a supply at the same price, അതായത് ഒരേ വിലയിൽ തന്നെ വിലയ്ക്ക് മാറ്റമില്ലാതെ സപ്ലൈ കൂടുന്നു, ഡ്യൂ ടു ഫേവറബിൾ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ്, എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ട് സെയിം പ്രൈസിൽ ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു, പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഇൻക്രീസ് ഇൻ സപ്ലൈ. If less quantity of a supplied at the same price, സെയിം പ്രൈസിൽ ക്വാണ്ടിറ്റി സപ്ലൈ കുറയുന്നു ഡ്യൂ ടു അൺഫേവറബിൾ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ്, അത്ര ഫേവറബിൾ അല്ലാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് ക്വാണ്ടിറ്റി സപ്ലൈ കുറയുന്നു, ഇതിന് ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയും. അപ്പോൾ ഇവിടെ ആരോ നോക്കിയാൽ അറിയാം, ഇവിടെ 3 സപ്ലൈ കർവ് കൊടുത്തിട്ടുണ്ട്, S1 S2. ഒരു ആരോ ഇടതുവശത്തേക്ക് കൊടുത്തിരിക്കുന്ന ആരോ ഡിക്രീസാണ്. അപ്പോൾ 400 നിന്ന് 200 സപ്ലൈ കുറഞ്ഞു, പിന്നെ 400 നിന്ന് 600 സപ്ലൈ കൂടി, അത് ഇൻക്രീസാണ്. 400 നിന്ന് 200 കുറഞ്ഞത് ഡിക്രീസാണ്. അപ്പോൾ ഇതാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ. ഇത് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ കർവാണ്. സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. Elasticity of supply is a technical term used by the economists to describe the degree of responsiveness of quantity supplied of a commodity in response to change in price of the commodity. അപ്പോൾ elasticity of supply എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക്കൽ ടേം യൂസ്ഡ് ബൈ the economist describe the degree of responsiveness of quantity supplied of a commodity in response to change in the price of that commodity. In other words, elasticity of supply is the ratio between proportionate change in quantity supplied and proportionate change in price. അപ്പോൾ elasticity of supply എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്, ക്വാണ്ടിറ്റി സപ്ലൈയിൽ വരുന്ന മാറ്റവും പ്രൈസിൽ വരുന്ന മാറ്റം തമ്മിലുള്ള റേഷ്യോ ആണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. ഇതേപോലെ തന്നെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷനും ഉണ്ട്. ഇപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഡെൽറ്റ ക്യൂ എസ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എസ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയുടെ ഇക്വേഷൻ. ഇനി ഇലാസ്റ്റിക് സപ്ലൈ, ഇത് ഇലാസ്റ്റിക് ഡിമാൻഡ് പോലെ തന്നെ ഇലാസ്റ്റിക് സപ്ലൈ. ഇലാസ്റ്റിക് സപ്ലൈ refers to a situation where proportionate change in quantity supply is greater than proportionate change in its price. ഇലാസ്റ്റിക് സപ്ലൈ, ഇവിടെ ഇലാസ്റ്റിക് ഡിമാൻഡ് പോലെ തന്നെ ഇലാസ്റ്റിക് സപ്ലൈ. ഇലാസ്റ്റിക് സപ്ലൈ refers to a situation where proportionate change in quantity supply ഈസ് ഗ്രേറ്റർ ദാൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് വിലയിൽ വന്ന മാറ്റത്തേക്കാൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടി, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് സപ്ലൈ. ആ കർവ് ഇലാസ്റ്റിക് സപ്ലൈൻ്റെ കർവാണ് ആ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കർവുണ്ട്, അതേപോലെ ഇലാസ്റ്റിക് സപ്ലൈയുടെ കർവ്. ഡെൽറ്റ ക്യൂ എസ് ഡിവൈഡ് ഡെൽറ്റ ക്യൂ എസ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എസ് ഗ്രേറ്റർ ദാൻ
ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ ഇലാസ്റ്റിക് സപ്ലൈ. നെക്സ്റ്റ് ഈസ് ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇൻഇലാസ്റ്റിക് സപ്ലൈയുടെ കർവാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലെസ് ദാൻ എന്ന് പറയുന്ന സൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഇലാസ്റ്റിക് സപ്ലൈ റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ്. ഇപ്പോൾ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈയിൽ വരുന്ന ചേഞ്ച് കുറവാണ്, പ്രൈസിൽ വരുന്ന ചേഞ്ചിനേക്കാൾ കുറവാണ് സപ്ലൈയുടെ ചേഞ്ച്. ഇവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ലെസ് ദാൻ ഇ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി, അത് ഈക്വൽ ടു ഇ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ റെഫേഴ്സ് എ സിറ്റുവേഷൻ വെർ പ്രൊപ്പോർഷണൽ ചേഞ്ച് ക്വാണ്ടിറ്റി സപ്ലൈ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതും പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസും ഈക്വലാണ്. പ്രൈസിൽ വന്ന മാറ്റവും സപ്ലൈയിൽ വന്ന മാറ്റവും ഈക്വലാണ്. ഇനി ഫാക്ടേഴ്സ് determining the elasticity of supply. The nature of the commodity. Perishable goods are less elastic in supply whereas durable goods are elastic in supply. പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഗുഡ്സ് ലെസ് ഇലാസ്റ്റിക് ആണ്. ഡ്യൂറബിൾ ഗുഡ്സ് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. പീരീഡ്. ഇൻ ഷോർട്ട് റൺ സപ്ലൈ ഈസ് ഇലാസ്റ്റിക്. ഷോർട്ട് റണ്ണിൽ സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. ആൻഡ് ഇൻ ലോങ് റൺ long period supply is inelastic. Supply is elastic. In short run supply is inelastic and in long run supply is elastic. അപ്പോൾ ഷോർട്ട് റണ്ണിലെ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ലോങ് റണ്ണിലെ സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ഇൻ ദി കേസ് ഓഫ് സ്മോൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ദ സപ്ലൈ ഈസ് ഇൻഇലാസ്റ്റിക് whereas in the കേസ് ഓഫ് ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ഈസ് ഇലാസ്റ്റിക്. അതായത് ഇൻ ദി കേസ് ഓഫ് സ്മോൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, കുറച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, സപ്ലൈയിൽ വലിയ മാറ്റം വരില്ല. വേറെ ഇൻ ദി കേസ് ഓഫ് ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.